ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ അടുത്തുള്ള സിക്കാർ പട്ടണത്തിൽ ഈശോ എത്തുകയാണ്. ഈശോ ക്ഷീണിച്ച് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ഇരുന്നു. ഇവിടെ സമരയക്കാരിയായ സ്ത്രീ 6-ാം മണിക്കൂറിൽ വെള്ളം ശേഖരിക്കുവാൻ വേണ്ടി വരുന്നു. ഈ സ്ത്രീ ലൗകികതയുടെ അടങ്ങാത്ത ദാഹത്തിൻ്റെ പ്രതീകമാണ്. അവൾ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ട് 6-ാമത് ഒരുവൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങുകയാണ്. ഈശോ അവളോട് ജലം ചോദിക്കുമ്പോൾ നശ്വരമായ ജലം ഈശോ അവളോട് ചോദിക്കുമ്പോൾ യഹൂദരും സമരയക്കാരുമായി യാതൊരു ബന്ധമില്ലല്ലോ എന്ന് തിരിച്ചുള്ള ഉത്തരവും ഈശോ തുടർന്ന് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിതത്തിൻ്റെ അരുവികൾ നിർഗളിക്കും. ഈശോയിൽ നിന്ന് അവൾ നേടിയെടുത്ത വിശ്വാസം അല്ലെങ്കിൽ ജീവജലം അവളത് അനേകർക്ക് പങ്കുവെക്കുന്നത് നമ്മൾ കാണുകയാണ്. മാനവകുലത്തിൽ അടങ്ങാത്ത ലൗകികതയുടെ മോഹമായി നടന്നു നീങ്ങുന്ന സമരയക്കാരി, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും നിന്റെ ഭർത്താവല്ല എന്ന് ഈശോ അവളോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ക്രിസ്തു രക്ഷകൻ വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യവും നിങ്ങളോട് പറയും. സ്നേഹമുള്ളവരെ, ലൗകികയുടെ മോഹങ്ങളോട് അവൾ വിട പറഞ്ഞ് നിത്യതയുടെ ജീവനെക്കുറിച്ച് അവൾ ചിന്തിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന ഒരു പ്രഘോഷകയെ നമ്മൾ കണ്ടെത്തുകയും. ഈ നോമ്പുകാലം ലൗകികതയുടെ മോഹങ്ങളെ ഒതുക്കി നിർത്തി, അടക്കി നിർത്തി യേശുവിനെ കൂടുതൽ ശ്രവിക്കുവാനും കൂടുതൽ അറിയുവാനും യേശുവിനോടൊത്ത് ആഴപ്പെടുവാനും ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.